ഇടിമിന്നലിന്റെ സ്പാർക്ക് വൈദ്യുതിപ്പാതയിലൂടെ കടന്നെത്തി ചാർജ് ചെയ്യാൻ കുത്തിയിട്ട മൊബൈലിലെത്തി തീപിടിക്കുമോ എന്നും ഭീമാകാരമായ പാറ പോലെ ഇടി പുറത്ത് വന്ന് വീഴുമോ എന്നും വീടിനു സമീപം നിൽക്കുന്ന വണ്ടുകൾ തുരന്നു തിന്നു രോഗിയാക്കിയ മരത്തിനുമേൽ ഇടിമിന്നലേറ്റു നിലം പതിക്കുമോ എന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ധാരാളം വാതിലുള്ള ഈ വീട്ടിലെ ഏതു വാതിലിലൂടെ ഇറങ്ങി ഓടണമെന്നും തുടങ്ങി അനേകം ഭയം ടോർച്ച് പിടിച്ച് മുന്നിട്ടിറങ്ങിയ ചിന്തകൾ എന്നെ ഭരിക്കുവാൻ ആരംഭിക്കവേ മുറിയാകെ ഇഷ്ടികച്ചൂള പോലെ വെന്തു തുടങ്ങി. ഏട്ടൻ എഴുന്നേറ്റ് കതകു തുറന്നിട്ടതും കാത്തുനിന്ന കൊതുകുകൾ കൊതുകുതിരിയുടെ ഗന്ധത്തോട് പൊരുത്തപ്പെട്ട് തുടങ്ങിയതിനാൽ മൂളിപ്പാട്ടുകളുടെ അകമ്പടിയോടെ അകത്തേക്ക് എഴുന്നള്ളി. വീണ്ടും പോരാട്ടത്തിനൊരുങ്ങി പുതിയ ബ്രാൻഡ് കൊതുകുതിരി ഞങ്ങൾ കത്തിച്ചു വെച്ചു. മെല്ലെ മഴ തോർന്നു മറ്റെങ്ങോ യാത്രയായി. ഇടിയും മിന്നലും ഒപ്പം പോയി. ഈറൻ കാറ്റു മെല്ലെ വീശവേ തങ്ങി നിന്ന തണുപ്പ് മുറിയിലേക്ക് അരിച്ചിറങ്ങി. മിഴികളിൽ ആകെ ഉറക്കഭാരം നിഴലിച്ചുവെങ്കിലും തുറന്നിട്ട വാതിലിലൂടെ പാമ്പ് വരുമോ എന്നായി എന്റെ അടുത്ത ചിന്ത. തെന്നാലി സിനിമയിൽ കമൽഹാസൻ സാർ പറയും പോലെ